RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ഈ വർഷം തയ്യാറെടുക്കുന്നവർ മസ്റ്റായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ വീഡിയോയിൽ നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രാക്ടിക്കലി എങ്ങനെ ആ പരീക്ഷ അപ്രോച്ച് ചെയ്യണം എന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾ പലതരത്തിലും സ്റ്റഡി പ്ലാനുകളും പല പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും കണ്ടു കാണും. പക്ഷേ ഇതിൽ വളരെ ക്ലിയർലി നിങ്ങൾ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. എക്സാം എഴുതി വിജയിച്ചവരുടെ അതേ മാതൃകയിൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. അതിനായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ കാണുകയായിരിക്കും. അപ്പോൾ അവസാനം വരെ ഈ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയ്ക്ക് പലരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി തയ്യാറെടുക്കുന്ന സ്റ്റേജാണ്. പലരും പഠിച്ചു തുടങ്ങി, ചിലർ പഠിച്ചു തുടങ്ങിയിട്ട് കുറേയേറെ നാളുകളായി. അപ്പോൾ ഇങ്ങനെ പല സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ചിലർ മറ്റു പല പരീക്ഷകൾക്കും തയ്യാറെടുത്തിട്ട് ഈ പരീക്ഷയിലേക്ക് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനും നിങ്ങളുടെ സ്ട്രാറ്റജിയും സെറ്റ് ചെയ്തില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ ഈ പരീക്ഷയും ക്ലിയർ ആവാതെ പോകും. അതുകൊണ്ട് തന്നെ പ്രോപ്പർലി നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പരീക്ഷയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് 50%, 50% ജോലി നിങ്ങൾ ആ പരീക്ഷയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരീക്ഷ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിലബസ് എന്താണ്, എന്തൊക്കെ പഠിക്കണം എന്നത് മാത്രമല്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യങ്ങൾ സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കാം ബേസിക് സിലബസ് കവർ ചെയ്യുന്നത് മാത്രമായിരിക്കും ആ സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നല്ല. നമ്മൾ ഈ പരീക്ഷയിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത്, എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ അതിനുവേണ്ടി ഒരുക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ എഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ പഠിക്കാനുള്ള സിലബസ് ഇത്രയേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ ലോങ് ടേം ചിലപ്പോൾ ഒരു 4 മാസം 5 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പരീക്ഷ വരുന്നത്. ആ സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠനത്തിലേക്ക് വരാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നീട് മാസ്റ്ററിംഗ് ദി എക്സാം, ലാസ്റ്റ് സ്റ്റേജ്. മാസ്റ്ററിംഗ് ദി എക്സാം എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ബേസിക് സിലബസുകൾ മാത്രം കവർ ചെയ്തായിരിക്കും ആദ്യം പഠിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഒരു കാരണവശാലും നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അവസാനത്തെ സമയങ്ങളിൽ എക്സാം മാസ്റ്റർ ചെയ്ത് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ലാസ്റ്റ് 5ാമത്തെ പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാനല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വരുന്ന RRB ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം. എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരീക്ഷയെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ആദ്യം എക്സാം പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ത് തരത്തിലുള്ള പരീക്ഷയാണ്, അതിനെങ്ങനെയാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നറിയാൻ വേണ്ടി ബേസിക് ആയിട്ട് നമുക്ക് എക്സാം പാറ്റേൺ അറിയണം. അതുകൂടാതെ തന്നെ ലേറ്റസ്റ്റ് സിലബസ്, ഏറ്റവും പുതിയ പാറ്റേണിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര മണിക്കൂറാണ് പരീക്ഷ, ഇത്ര ചോദ്യമാണ്. അത് മാത്രമല്ല എക്സാം പാറ്റേണും ലേറ്റസ്റ്റ് സിലബസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിലബസ് എന്ന് പറയുമ്പോഴും ആ മാത്സിൽ ഇത്ര ചോദ്യങ്ങൾ, ഇത്ര ടോപ്പിക്കുകൾ വരും, റീസണിങ്ങിൽ ഇത്ര ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ ഇത്ര ടോപ്പിക്കുകളുണ്ട്, GK ഇതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ആ സിലബസിനുള്ളിലേക്ക് ചെന്ന് നമ്മൾ വരുന്ന നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം ആയിരിക്കും. ഈ 4 മാസം കൊണ്ട് ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ട് സിലബസിനെ അപ്രോച്ച് ചെയ്യണം. സ്ഥിരമായിട്ട് വരുന്ന ഏരിയകളെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്ത് സെക്കൻഡ് പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് അസൈൻ ചെയ്ത് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് എക്സാം പാറ്റേണും ലേറ്റസ്റ്റ് സിലബസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആദ്യം തന്നെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് നോക്കാം. എക്സാം പാറ്റേൺ മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ സിലബസിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം 100 ചോദ്യങ്ങളാണ്. നമുക്ക് ഒരു സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ മാത്രമേ ഉള്ളൂ. 100 ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. ആ 100 ചോദ്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്, 1.5 മണിക്കൂറാണ്. 90 മിനിറ്റ്സ് മാത്രമാണ് 100 ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ജനറൽ സയൻസിന് 25 മാർക്കുണ്ട്, മാത്തമാറ്റിക്സിന് 25 മാർക്കുണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കുണ്ട്, അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒറ്റ ഒരു ടാർഗറ്റേ ഉള്ളൂ. ഈ 100 മാർക്കിന് നടത്തുന്ന പരീക്ഷയ്ക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്കാണ് ഈ പരീക്ഷയ്ക്ക് കൂടുതൽ ജോലി കിട്ടാനുള്ള സാധ്യത വരുന്നത്. അതായത് ഇതിനൊരു കട്ട് ഓഫ് മാർക്ക് ഇത്രയാണെന്ന് ഇപ്പോഴേ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെയും കോമ്പറ്റീഷനും പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ആ ഒരു കാര്യം ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലർ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്സ്. അപ്പോൾ അത് ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്ക്, മാത്തമാറ്റിക്സ് 25 മാർക്ക്, ജനറൽ സയൻസ് 25 മാർക്ക്. ഇങ്ങനെയാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. ഇതിൽ ചില ടോപ്പിക്കുകൾ നമ്മളെ
എത്ര ബുദ്ധിമുട്ടി പഠിച്ചാലും നമുക്ക് ഒരു പരിധിക്കപ്പുറം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ചില ടോപ്പിക്കുകൾ വളരെ എളുപ്പത്തിൽ തന്നെ ചുരുങ്ങിയ ടൈമിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇങ്ങനെ രണ്ട് തരത്തിൽ സബ്ജക്ട്സ് ഉണ്ട്. പ്രത്യേകിച്ചും നമുക്ക് നോക്കിയാൽ മാത്തമാറ്റിക്സും ജനറൽ ഇൻ്റലിജൻസും ഈ രണ്ട് ടോപ്പിക്കുകളുടെ സിലബസ് വളരെ ലിമിറ്റഡ് ആണ്. ഇത്ര നമ്പർ ഓഫ് ടോപ്പിക്കുകൾ മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. ഇതിനപ്പുറം ഒരു ചോദ്യം ചോദിക്കാനും ഇല്ല. സിലബസ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതിനെ വെച്ച് കമ്പയർ ചെയ്താൽ, മാക്സിമം റീസണിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്താൽ ജനറൽ സയൻസ് കുറച്ചുകൂടി ടോപ്പിക്കുകൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി ടോപ്പിക് ഉണ്ട്. അപ്പോഴും അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഫിസിക്സ് ഇത്, കെമിസ്ട്രി ഇത്, ബയോളജി ഇത്, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളേ ഉള്ളൂ. പക്ഷേ മാക്സിമം റീസണിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്താൽ കുറച്ചുകൂടെ വാസ്റ്റ് ആണ് ജനറൽ സയൻസ് എന്ന് തീർച്ചയായിട്ടും പറയാം. കാരണം പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനറൽ സയൻസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രയോറിറ്റി ഇതിനകത്ത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇനി നാലാമത്തെ സബ്ജക്റ്റാണ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് സബ്ജക്റ്റ് നമുക്ക് എത്രയായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ്. കാരണം കറണ്ട് അഫയേഴ്സ് 2025 നമ്മൾ പരീക്ഷ എഴുതുമ്പോഴും 2024 2023 2022 കറണ്ട് അഫയേഴ്സ് വരെ ചോദിക്കാം. അതൊരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ ടോപ്പിക്ക് വിടണം എന്നല്ല പറയുന്നത്. നമ്മൾ പ്രയോറിറ്റി അസൈൻ ചെയ്തിട്ടാണ് ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടത്. ബ്ലൈൻഡ് ആയിട്ട് എല്ലാ സബ്ജക്റ്റും പഠിക്കുകയല്ല വേണ്ടത്. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഇത് വളരെ വാസ്റ്റാണ്. ഇതിനകത്ത് പൊളിറ്റി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, അതുപോലെ നമുക്ക് വരുന്ന കമ്പ്യൂട്ടർ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് GK പഠിക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് പഠിച്ചാലേ നമുക്ക് ഈ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 100% വിട്ട് കളയാനും പറ്റില്ല. 20 മാർക്ക് നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ജനറൽ സയൻസിനും മാത്തമാറ്റിക്സിനും ജനറൽ ഇൻ്റലിജൻസിനും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അതായത് മാത്സും റീസണിങ് നമുക്ക് 25 ഔട്ട് ഓഫ് 25 മാത്സിനും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ 30 ഔട്ട് ഓഫ് 30 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ. അതുപോലെ തന്നെ ജനറൽ സയൻസ് ആണെങ്കിലും മിനിമം 20+ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ജനറൽ സയൻസ് നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഈ വരുന്ന ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 10 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിയാൽ അത് വലിയ കാര്യമായിട്ട് തന്നെ കരുതണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പാർട്ടിൽ നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ, നമ്മുടെ മുമ്പിൽ ഒരു 3 വർഷം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അത്രയും നാളിൽ കറണ്ട് അഫയേഴ്സും ജനറൽ അഫയേഴ്സും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള സമയം ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മുമ്പിൽ ഒരു 3, 4, 5 മാസമാണ് മുമ്പിലുള്ളതെങ്കിൽ നമ്മൾ ആദ്യം പ്രയോറിറ്റി അസൈൻ ചെയ്ത് മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ സയൻസ് ഈ 3 കാര്യങ്ങളുടെയും ബേസിക്സ് കവർ ചെയ്യുക. ഇതിന് പാരലി ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം പഠിക്കുക. ഇതാണ് ഞാൻ പറയുന്ന ഒരു ബേസിക് ഐഡിയ. ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും ബേസിക് ഐഡിയ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. എല്ലാവരും എഴുതുന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്കും ആൻസർ ചെയ്യാൻ പറ്റണം. അങ്ങനെ ബേസിക് ലെവലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജനറൽ അവയർനെസ് പഠിക്കുക. ഈ 3 സബ്ജക്ട്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി. അതായത് ബേസിക്സ് ഇതെല്ലാം ഒരുമിച്ച് പഠിച്ചോളുക. അതിനുശേഷം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ 3 സബ്ജക്റ്റും തന്നെ പഠിച്ചോളുക. കാരണം ചെറിയ സമയത്ത് മാക്സിമം മാർക്ക് നമുക്ക് മേടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഇവാലുവേഷൻ ഇതിനകത്തുണ്ട്. അല്ലാതെ സിലബസ് ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് സിലബസ് കവർ ചെയ്യുക എന്ന് ചിന്തിച്ചു പോയാൽ നിങ്ങൾ ഈ സിലബസ് ജനറൽ അവയർനെസിൻ്റെ സിലബസ് കവർ ചെയ്യാൻ തന്നെ നിങ്ങൾ വർഷങ്ങൾ ഒരുപക്ഷെ എടുത്തേക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിലബസിനെ വെച്ച് തന്നെ പറയുന്നത്. പിന്നെ ഞാൻ 25 ഔട്ട് ഓഫ് 25 എന്ന് പറഞ്ഞു. എല്ലായിടത്തും നമ്മൾ ഈ പരീക്ഷയ്ക്ക് എന്തുകൊണ്ടാണ് 25 മാർക്കും അത്രയും പറ്റുമോ, അത്രയും കട്ട് ഓഫ് വരുമോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം ഗ്രൂപ്പ് ഡി ഒരു ചെറിയ പരീക്ഷയാണെന്ന് നിങ്ങൾക്കറിയാം. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയാണ്. പക്ഷേ ഒരിക്കലും 10ാം ക്ലാസ് ക്വാളിഫൈ ആയ ആൾക്കാർ മാത്രമല്ല ഈ പരീക്ഷ എഴുതുന്നത്. ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഉൾപ്പെടെ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ എഴുതാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ എവിഡൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ പരീക്ഷയുടെ നിലവാരത്തിൽ പഠിച്ചാൽ ഒരിക്കലും പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം, ഡിഗ്രി ലെവൽ വരുന്ന NTPC പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. ആ പരീക്ഷ എല്ലാവർക്കും ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റില്ല. കുറേ ആൾക്കാരെങ്കിലും അതിൻ്റെ ടയർ 1 ഒക്കെ ക്ലിയർ ചെയ്ത് ജസ്റ്റ് അതിൻ്റെ ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. അവരും ഈ പരീക്ഷ എഴുതുന്നുണ്ടാവും. അവരുടെ ഒരു സെക്കൻഡ് പ്ലാൻ ആയിരിക്കും ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഡി എക്സാംസിന് പഠിക്കുമ്പോൾ നിലവാരം കുറച്ച് പഠിക്കാം എന്ന് കരുതുന്നവർ മാറ്റിക്കൊള്ളുക. ഒരിക്കലും അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഞാനത് എടുത്തു പറയാൻ കാരണം, ഇപ്പം റീസെൻ്റ്ലി SSCയുടെ ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷയിൽ SSC CGLൻ്റെ പരീക്ഷ വന്നു, അതിൻ്റെ റിസൾട്ട് വന്നു. അതുപോലെ തന്നെ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ റിസൾട്ട് വന്നു. ഈ രണ്ടും ഒരേ സമയത്താണ് ഏകദേശം വന്നത്, ഫൈനൽ റിസൾട്ട് വന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നപ്പം CGL പരീക്ഷ കുറേ പേര് നേടി, CGL എക്സാംസ് ക്ലിയർ ചെയ്ത് കുറേ പേര് പോയി. പക്ഷേ
അത് ക്ലിയർ ചെയ്യാൻ പറ്റാതിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി അതിൻ്റെ വക്കിൽ വരെ എത്തിയിട്ട് അതിൽ നിന്ന് പുറത്തായ കുറേ ആൾക്കാരുണ്ട്. അവരും SSC CGL ക്വാളിഫൈ ആയ ആൾക്കാരുമാണ് MTSന്റെ ഫൈനൽ റിസൾട്ടിലുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർ, ഞാനിത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി കിട്ടി അല്ലെങ്കിൽ MTSന്റെ എക്സാമിൻ്റെ ആ ഒരു റിസൾട്ട് ഞാൻ നോക്കിയപ്പോൾ തന്നെയാണ് ഈ ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇത് ഫാക്റ്റാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ MTS പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾ MTSന്റെ നിലവാരത്തിലല്ല, ഹയർ ലെവലിൽ പ്രിപ്പയർ ചെയ്താലേ അയാൾക്ക് പരീക്ഷ കിട്ടി ജോലി നേടാൻ സാധിക്കുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. എന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട അവസ്ഥയൊന്നുമില്ല. വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കേണ്ട പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാനിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും പരീക്ഷ ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ലെവൽ എപ്പോഴും നമ്മൾ ഹയർ ലെവലിലേക്ക് തന്നെ വെക്കുക. നമുക്ക് ചെറിയ പരീക്ഷയാണ്, കുറച്ച് പഠിച്ചാൽ മതി എന്ന ചിന്താഗതി ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നൊരു കാര്യമാണ് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറഞ്ഞത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു സിലബസ് ഞാൻ പറഞ്ഞു. ഇനി സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബേസിക് സിലബസ് എന്താണെന്ന് മനസ്സിലായി, എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ഓവറോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി. സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, റിയലിസ്റ്റിക് സ്റ്റഡി പ്ലാൻ. സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും എളുപ്പം. ഇനി ഒരു 3 മാസം കൊണ്ട് ഞാൻ സിലബസ് കവർ ചെയ്യും, അതിൽ മാത്സ്, റീസണിങ് ഇങ്ങനെ കവർ ചെയ്യും, GK ഇങ്ങനെ കവർ ചെയ്യും. ഇതിൽ റിയലിസ്റ്റിക് സ്റ്റഡി പ്ലാൻ അപ്രോച്ച് നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ചുമ്മാതെ അത് പഠിക്കാം ഇത് പഠിക്കാം എന്ന് പറഞ്ഞ് വലിയ പ്ലാനുകൾ ഉണ്ടാക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്ലാൻ മാത്രമേ നിങ്ങളെ കൊണ്ടുപോകൂ. കാരണം ചിലപ്പം ചില ആൾക്കാരെങ്കിലും ദിവസം ഇതുവരെ ഇത്രയും നാളായിട്ട് ഒന്നും പഠിക്കാതിരുന്ന ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അവർ ഫസ്റ്റ് ഡേ മുതൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂർ പഠിക്കും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. നിങ്ങളിതൊരു 3 മാസമോ 4 മാസമോ ചിലപ്പം ഒരു 6 മാസം വരെയുള്ള സമയം പഠിക്കാനുള്ള ഒരു പ്ലാൻ വെച്ചിട്ട് വേണം നിങ്ങളുടെ ബേസിക് പ്ലാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. എത്ര മണിക്കൂർ ഓരോന്നിനും ഇത്ര സമയം കണ്ടെത്തുന്നു എന്നൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിരിക്കണം. കാരണം ഇത് ഒരു ദിവസം പഠിച്ചാൽ പോരാ എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന സമയങ്ങളിൽ 1, 2, 3 മണിക്കൂർ വെച്ച് തുടങ്ങി ഇതിൻ്റെ ടൈം ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ 12 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ 15 മണിക്കൂറൊക്കെ പഠിക്കാം എന്നൊരു ചിന്താഗതിയിലേക്കല്ല വരേണ്ടത്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ആളാണെങ്കിൽ ഇനിഷ്യൽ ടൈമിൽ ചെറിയ മണിക്കൂറുകൾ, ഓരോ ദിവസവും നിങ്ങളുടെ സമയം കൂട്ടിക്കൂട്ടി പഠിക്കുന്നതിൻ്റെ ടൈം കൂട്ടിക്കൂട്ടി വരിക. ഇങ്ങനെ ഒരു ബേസിക് സ്റ്റഡി പ്ലാൻ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ ദിവസം കൊണ്ട് ആർക്കും മലമറിക്കാൻ പറ്റില്ല. ഇത് ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് അത്രയും വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? പ്രിപ്പയർ ചെയ്യാൻ പല വഴികളുണ്ട്. ആ വഴികളെ പറ്റി നമുക്ക് നോക്കാം. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ടാണ് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ചില ആൾക്കാരൊക്കെ ഒരുപക്ഷെ PSC പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് GK ഒക്കെ അത്യാവശ്യം അറിയുന്ന ആൾക്കാരായിരിക്കും, GK ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ ഒരുപക്ഷെ മാത്സിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, മാത്സ് റീസണിങ് പെട്ടെന്ന് ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. ചിലർ സയൻസിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. ഇങ്ങനെ പല സ്ട്രെങ്ത് ഉള്ള ആൾക്കാരുണ്ട്. ചിലത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർ മാത്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാവൂ. ഒരാൾ പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ളത് ആളുകളെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ക്ലിയർ ചെയ്യാൻ പറ്റൂ. അതുപോലെ സബ്ജക്റ്റ് വൈസ് അലോക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ നീഡ് അനുസരിച്ച് വേണം നിങ്ങൾ സബ്ജക്റ്റ് വെയിറ്റേജും, ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന ടൈം അലോട്ട് ചെയ്യാൻ, സബ്ജക്റ്റുകൾക്ക് അലോട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയട്ടെ. 4 സബ്ജക്റ്റുകളാണ്, കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മാത്സ്, റീസണിങ്, സയൻസ്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഈ 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ് വരുന്നത്. ബാക്കി 3 സബ്ജക്റ്റ് കൂടി നിങ്ങൾക്ക് 80 മാർക്കാണ് കിട്ടുന്നത്. 80 മാർക്ക്. അതിൽ നിങ്ങൾക്ക് ജനറൽ സയൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ജനറൽ സയൻസ് 25 ചോദ്യങ്ങളുണ്ട്. 25 ചോദ്യങ്ങൾ ജനറൽ സയൻസ് ഉണ്ട്. മാത്സ് 25 ചോദ്യമുണ്ട്. റീസണിങ് 30 ചോദ്യമുണ്ട്. നിങ്ങൾ പലരും ആദ്യം തന്നെ ഇത് കാണുമ്പോൾ റീസണിങ് എനിക്ക് എളുപ്പമാണ്, 30 ചോദ്യങ്ങളാണല്ലോ ഉള്ളത്, 30 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്, ആ റീസണിങ്ങിൻ്റെ മാർക്ക് എനിക്ക് കിട്ടുമെന്ന് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ചില ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കുന്നേ ഇല്ല എന്ന് കരുതുന്ന കുറേ ആൾക്കാരെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, റീസണിങ് സബ്ജക്റ്റ് എളുപ്പമാണ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എഴുതിക്കോട്ടെ. മാത്സ് 25 ചോദ്യങ്ങൾ, റീസണിങ് 30 ചോദ്യങ്ങൾ, സയൻസ് 25 ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സ് 20+ മസ്റ്റാണ്. 23 അപ്രോക്സിമേറ്റ് 23 മാർക്കിലേക്ക് നമുക്ക് എത്തണം. 20+ മസ്റ്റാണ്.
23+ ആണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. കാരണം 25 എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. 23 അപ്രോക്സിമേറ്റ് 23 20 മുതൽ 23 വരെ നമുക്ക് മിനിമം സ്കോർ ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വേണം മാത്സിൽ പോകാൻ. ഇവിടെ റീസണിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 മുതൽ 30 വരെ യാതൊരു ഗ്യാരണ്ടിയും യാതൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് 30 ചോദ്യം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇതിനകത്ത് ടാർഗറ്റ്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, 25ഉം 30ഉം 55 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. മാത്സും റീസണിങ്ങും മാത്രം കൂട്ടി 55 ചോദ്യങ്ങളുണ്ട്. 55 ചോദ്യങ്ങളുണ്ട്. ഇനിയും സയൻസും കൂടെ വരുമ്പം വീണ്ടും 25 80 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഈ 80 ചോദ്യങ്ങളും ഒരുമിച്ച് എഴുതുകയാണ്. ഈ 80-ൽ ഈ 25 ചോദ്യത്തിൽ ഒരു 10 ചോദ്യം മാത്രം പ്രോബ്ലംസ് ആണെന്ന് കരുതുക. ഒരു 10 ചോദ്യത്തിന്റെ അടുത്ത് പ്രോബ്ലംസ് ചോദിച്ചെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 55 + 10 65. അതായത് പ്രോബ്ലമാറ്റിക് ആയിട്ട് ഏകദേശം 65 ചോദ്യങ്ങൾ വരുമെന്നൊരു റഫ് കണക്ക്. ബാക്കി GK ആണ്. GK ഇവിടുന്ന് 20 ചോദ്യം വരും. പിന്നെ പ്ലസ് 15 നമ്മുടെ സയൻസിൽ നിന്നുള്ള ജസ്റ്റ് തിയറിയും വരും. 35 ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതായിരിക്കും, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ 35 ചോദ്യങ്ങൾ. പക്ഷേ ഇവിടെയുള്ള 65 ചോദ്യം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സമയമെടുക്കുന്നതായിരിക്കും. RRB ഗ്രൂപ്പ് ഡിക്ക് പിന്നെ 90 മിനിറ്റ് ഉണ്ടല്ലോ, 100 ചോദ്യം. ഒരിക്കലും അത് കണ്ട് നിങ്ങൾ വഞ്ചിതരാവരുത്. അതല്ല അതിനകത്ത് ഫാക്ട് എന്ന് വെച്ചാൽ 65ഓളം ചോദ്യം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 1 മിനിറ്റ് ഒരു പ്രോബ്ലം ചെയ്യാൻ എടുക്കാൻ പറ്റൂ. 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യുന്നില്ല എങ്കിൽ പിന്നീട് 25 മിനിറ്റ് ആവളെ, 65 കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങളുടെ മുമ്പിൽ 25 മിനിറ്റ് കൂടെ ഉള്ളൂ. ഫൈനൽ ഈ 35 ചോദ്യം ചെയ്യാനും ഫൈനൽ റൗണ്ട് പോകാനും നിങ്ങൾക്ക് 25 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും സ്പീഡ് ഇവിടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും മാത്സ് റീസണിങ് സ്പീഡ് വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത്, സ്പീഡ് മാത്സിനും റീസണിങ്ങിനും ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റിക്കോളൂ. നിങ്ങൾ ഫൈനലി എക്സാം ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. മാക്സിമം സ്പീഡിൽ മാത്സ് ചെയ്യാൻ പറ്റണം, മാക്സിമം സ്പീഡിൽ റീസണിങ്ങും ചെയ്യാൻ പറ്റണം. റീസണിങ് ചോദ്യം കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്സും റീസണിങ്ങും ഒരു കാരണവശാലും നിങ്ങൾക്ക് സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്നതും ഈ ടൈം മാനേജ്മെന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മാത്സും റീസണിങ്ങും വളരെ സ്ട്രോങ് ആക്കിക്കൊള്ളുക. ഇനിഷ്യലി ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുമ്പിൽ ഇനിയുള്ള 2 to 3 months 2 മുതൽ 3 മാസം വരെ നിങ്ങളുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫൗണ്ടേഷൻ, നിങ്ങളുടെ ബേസിക്സ് ക്ലിയർ ആക്കണം. അത് ഒരു സബ്ജക്റ്റിന്റെ അല്ല, മാത്സിന്റെ ബേസിക്സ് എല്ലാം നിങ്ങൾ പഠിക്കണം. ഷോർട്ട് കട്ടുകൾ വെച്ചിട്ട് എങ്ങനെ മാത്സിന്റെ ടോപ്പിക്കുകൾ ട്രാക്കിൾ ചെയ്യാം. അതുപോലെ റീസണിങ് എല്ലാ ടോപ്പിക്കിലൂടെയും കടന്നു പോവുക. എല്ലാ ടോപ്പിക്കിലും എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും പരിചയപ്പെടുക. അതുപോലെ സയൻസിന്റെ ബേസിക് സിലബസ് കവർ ചെയ്യുക. സയൻസിന്റെ ബേസിക് സിലബസുകൾ, അതായത് ഫിസിക്സിൽ ഓരോ ടോപ്പിക്കും അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ GK. തീർച്ചയായിട്ടും GK ഇതിനകത്ത് വിട്ടുകളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ GKയുടെ ബേസിക് ടോപ്പിക്കുകളെല്ലാം പഠിക്കുക. ബേസിക്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലൂടെ ജസ്റ്റ് ബേസിക്സ് മാത്രം പഠിക്കുക. അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും GKക്ക് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ബേസിക്സ് 2 മുതൽ 3 മാസം വരെ ടൈം എടുത്തിട്ട് നിങ്ങൾ കവർ ചെയ്ത് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയതിന് ശേഷമാണ് നിങ്ങൾ റിയലി പ്രാക്ടീസിലേക്ക് പോകേണ്ടത്. കാരണം ഈ ബേസിക്സ് മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് 1 മിനിറ്റിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1 മിനിറ്റിൽ ഒരു പ്രോബ്ലം ചെയ്യണം. 1 മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ അത് 40 സെക്കൻഡേ കിട്ടുന്നുണ്ടാവുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് മാക്സിമം ചോദ്യത്തിലെത്താൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫൗണ്ടേഷൻ ഇനിയുള്ള 2 മുതൽ 3 മാസം വരെ നിങ്ങൾ ക്ലിയർലി കവർ ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ബേസിക്സ് കവർ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരിക. പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുക. അതാണ് ഒന്നാമത്തെ പ്രാക്ടീസ്. രണ്ടാമത്തെ പ്രാക്ടീസ് മാക്സിമം മോക്ക് എക്സാംസ് ചെയ്യുക. എന്നാലേ മാക്സിമം PVQs കണ്ടു. മാത്സിന്റെ ഒരു പ്രോബ്ലം പലതരത്തിൽ പ്രോബ്ലം ചോദിക്കും. വീണ്ടും ചെയ്താൽ മാത്രമേ മിനിമം ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇടേണ്ട ബേസിക് അപ്രോച്ച്. മാത്സ് ആയാലും റീസണിങ് ആയാലും സയൻസ് ആയാലും. ഞാൻ പറയുന്ന GK നിങ്ങൾ ഒരുപാട് എഫേർട്ട്, ഇനിയുള്ള സമയം ലിമിറ്റഡ് ആയതുകൊണ്ട് ഒരുപാട് എഫേർട്ട് ഇട്ട് പോയിട്ടും കാര്യമില്ല. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് GK ചോദ്യങ്ങൾ മാത്രം നോക്കുക. ഓവർ എംഫസൈസ് ചെയ്ത് GKയിലേക്ക് നിങ്ങൾ പോകണ്ട എന്ന് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അത് മാത്രം കണ്ട് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി സബ്ജക്റ്റ് വൈസ് നിങ്ങൾ ഇടേണ്ട
പ്ലാനാണ്. ഇത് എങ്ങനെ പഠിക്കണം എന്ന് ചോദ്യമുണ്ട്. കാരണം എങ്ങനെ ഫൗണ്ടേഷൻ കിട്ടും, എങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ ആൻസർ പറയുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ അടുത്തത് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും ഞാൻ ബേസിക് സിലബസ് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. ഇനി പറയുന്നത് റിയലിസ്റ്റിക് സ്റ്റഡി പ്ലാൻ. നിങ്ങൾ എങ്ങനെ സ്റ്റഡി പ്ലാൻ റിയലിസ്റ്റിക്കലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഇനി മുതൽ ഒരു 60 ദിവസം അല്ലെങ്കിൽ ഒരു 75 ദിവസം നിങ്ങൾ സിലബസ് കവർ ചെയ്യാൻ തന്നെ വെച്ചുകൊള്ളുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചിലപ്പം എക്സാം വരുന്നത് 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ 3 മാസം 4 മാസം എന്ന് പറയുമ്പോൾ 100 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. 100 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാനായിരിക്കും ചിലർ പ്ലാൻ ചെയ്യുന്നത്. അത് തെറ്റായ ഒരു അപ്രോച്ചാണ്. അങ്ങനെ ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. നിങ്ങളുടെ മുമ്പിൽ ഒരു 100 ദിവസം ഉണ്ടെങ്കിൽ 100 ഡേയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 60 മുതൽ 75 ദിവസം വരെ, അത് ഓരോരുത്തരുടെയും സ്ട്രെങ്ത് അനുസരിച്ചിട്ട് വേണം ബേസിക് സിലബസ് കവർ ചെയ്യാൻ. അതെങ്ങനെ കവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷനുകളും പഠിച്ച്, ഷോർട്ട് കട്ടുകൾ പഠിച്ച്, റീസണികൾ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചു. ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് ആ സമയത്ത് കവർ ചെയ്യാൻ നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് GK ആണെങ്കിലും GK ഓവറോൾ ബേസിക് ടോപ്പിക്കുകൾ പഠിച്ചു, സയൻസിൻ്റെയും ബേസിക് ടോപ്പിക്കുകൾ പഠിച്ചു. ഇതിന് ശേഷം ഇനി 60 ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ 70 ദിവസം കഴിഞ്ഞു, പിന്നീട് വരുന്ന ഒരു 20 ഡേയ്സ് നിങ്ങൾ എടുത്തോളൂ. ഒരു 20 ദിവസം, 60 ദിവസം അവിടെ കഴിഞ്ഞു. അതിനുശേഷമുള്ള ഒരു 20 ഡേയ്സ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ ബേസിക്സിലേക്ക് പോകരുത്. അത് റിവൈസ് ചെയ്യാം, പക്ഷേ ബേസിക്സ് പഠിക്കാനായിട്ടല്ല സമയം കളയേണ്ടത്. പിന്നീട് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും അതുപോലെ തന്നെ മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും സയൻസിൻ്റെയും ഓവർ എംഫസൈസ് കൊടുക്കണം. മാക്സിമം ഇത് മൂന്നും മാക്സിമം ചെയ്തുകൊണ്ട് അതിന് പാരലി GKയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ചെങ്കിലും നിങ്ങൾ കാണുക. പക്ഷേ വെയിറ്റേജ് ഈ 3 കാര്യങ്ങൾക്ക് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് വെറൈറ്റി ടൈപ്പ് നിങ്ങളുടെ സമയം കളയുന്ന ഒരുപാട് ചോദ്യങ്ങൾ കാണും. ആ ചോദ്യം നിങ്ങൾ ചിലപ്പോൾ 1 വട്ടം ചെയ്യും, 2 വട്ടം ചെയ്യും, 3 വട്ടം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ പരീക്ഷയ്ക്ക് ആ ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത്. ഇനി എങ്ങനെയാണ് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കുകൾ വഴിയാണോ, എങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ അപ്രോച്ച് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അവസാനത്തെ റൗണ്ട് ഇപ്പോൾ 80 ദിവസം കഴിഞ്ഞു. പിന്നീടുള്ള 20 ഡേയ്സ് നിങ്ങൾ മോക്ക് എക്സാംസ് ആൻഡ് അനാലിസിസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. മോക്ക് എക്സാംസ് ആൻഡ് അനാലിസിസ്, അതായത് നിങ്ങൾ ഡെയിലി മോക്ക് എക്സാംസ് എഴുതണം. 2 അല്ലെങ്കിൽ 3 മോക്ക് എക്സാംസ് എഴുതി അതിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന ഏരിയ ഏതാണ്, സ്കോർ ചെയ്യാത്ത ഏരിയ ഏതാണ്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നത്, എവിടെയാണ് എത്ര പഠിച്ചിട്ടും സ്കോർ ചെയ്യാൻ പറ്റാത്തത്, എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള അനാലിസിസ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഡെയിലി മോക്കും അതിൻ്റെ അനാലിസിസും ഓരോ ദിവസവും നിങ്ങൾ എഴുതുന്ന മോക്ക് എക്സാമും അതിൻ്റെ മാർക്ക് നോട്ട് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു പോകണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഫോൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി അവസാനം മാക്സിമം സ്കോർ കളക്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ. ഇനിയും ഇത് മാത്രമല്ല, മോക്ക് എക്സാംസ് എഴുതിയിട്ട് ചിലർ എക്സാം ഹോളിൽ ചെല്ലുമ്പം ടെൻഷൻ അടിച്ച് പരീക്ഷ എഴുതുന്നത് കുളവാക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഉൾപ്പെടെ ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലേക്കെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബേസിക് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഞാൻ ബേസിക് സ്റ്റഡി പ്ലാൻ നിങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പല ഓപ്ഷൻസ് ഉണ്ട്. ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പം നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിക്കാനൊരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓരോ ഓഫ്ലൈൻ സെൻറ്ററിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഇനിയും അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സ് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻസ് ആണ് എല്ലാവരുടെയും മുമ്പിലുള്ളത്. ഒരു കോമൺ ആളുടെ അടുത്തുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സ്, സെൽഫ് പ്രിപ്പറേഷൻ, ബുക്സ് ഒക്കെ വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ടോടുകൂടി. അപ്പോൾ ഇതിൽ ഏതും ആയിക്കോട്ടെ, ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിക്കാം, നല്ലതാണ്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഓൺലൈൻ കോഴ്സുകൾ RRB ഗ്രൂപ്പ് ഡിയുടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസും അവൈലബിൾ ആണ്. ഇപ്പോൾ പുതിയ ബാച്ച് ഇപ്പം റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സുകളുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപക്ഷെ കൊടുക്കുന്നുണ്ടാവും. ആ RRB ഗ്രൂപ്പ് ഡി കൊടുക്കുന്നുണ്ടാവും. ദിശ അക്കാഡമിയുടെയും ഓഫ്ലൈൻ സെൻറ്റേഴ്സ് കേരളത്തിൽ 5 സ്ഥലങ്ങളിലുണ്ട്. കൊട്ടാരക്കര, ട്രിവാൻഡ്രം, കൊല്ലം, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ, ഇത്രയും ബ്രാഞ്ചസിൽ ഓഫ്ലൈൻ കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്ത് പഠിക്കാം. അവിടെയെല്ലാം നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലും ഓൺലൈൻ കോഴ്സിലും കൊടുക്കുന്ന കാര്യമാണ്. അതായത് ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സസ് ആണ് ആദ്യം വരുന്നത്. ബേസിക് ക്ലാസ്സസാണ് നിങ്ങളുടെ ഫണ്ടമെൻറ്റൽസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ ബേസിക് ക്ലാസ്സസ് ഇവിടെ എല്ലാം ഹെൽപ്പ് ചെയ്യും.
ബേസിക് ക്ലാസ്സസ്, അതായത് ടോപ്പിക് വൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇനിഷ്യലി ഉള്ള 2 മാസം 2.5 മാസം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബേസിക്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സിലായാലും ഓഫ്ലൈൻ കോഴ്സിലായാലും നമ്മൾ പ്രോപ്പർലി ചെയ്യുന്നത്. ഇത് പ്രോപ്പറായിട്ട് ബേസിക് ക്ലാസ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ക്ലാസ്സസ് ക്ലിയർ ചെയ്യാനാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, ഓൺലൈൻ കോഴ്സ് ആയാലും ഓഫ്ലൈൻ കോഴ്സ് ആയാലും. അപ്പോൾ നിങ്ങൾക്ക് മറ്റു പല പ്ലാറ്റ്ഫോംസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഓൺലൈൻ കോഴ്സോ ഓഫ്ലൈൻ കോഴ്സോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ആലോചിച്ചായിരിക്കണം. പല സ്ഥാപനങ്ങളും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും ഈ പറയുന്ന കോച്ചിങ്, പക്ഷേ അവർ പ്രോപ്പറായിട്ടുള്ളതാണോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി മാത്രം ചെയ്യുക. കാരണം ഞാനത് പറയാൻ കാരണം, ദിശ അക്കാഡമി റെയിൽവേ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾക്ക് മാത്രം കോച്ചിങ് കൊടുക്കുന്ന സെൻ്ററാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെയാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്ന് ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ നടത്തിയ ഒരു വലിയ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് റെയിൽവേയിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പ്രൂഫാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ഒരിടത്ത് ചാടി കയറി പോയി അഡ്മിഷൻ എടുക്കരുത്, മനസ്സിലാക്കി മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. ദിശ അക്കാഡമിയും കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, ജോയിൻ ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓൺലൈൻ കോഴ്സോ ഓഫ്ലൈൻ കോഴ്സോ എടുത്താൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ബേസിക് ക്ലാസ്സസ് കിട്ടും. ബേസിക് ക്ലാസ്സസ് ഇതാണ് നിങ്ങൾ ഒരു ഓൺലൈൻ കോഴ്സിലോ ഓഫ്ലൈൻ കോഴ്സിലോ നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ഈ ബേസിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അവസാനം വരെ ബേസിക്സ് കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ ബേസിക്സ് 2 to 3 months കഴിഞ്ഞ് കഴിയും. അതിനുശേഷം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരു വഴി എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. ബുക്സ് തന്നെയാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. ബുക്സ് തന്നെയാണ് ഫസ്റ്റ് ഒരു മെത്തേഡ്. ബുക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഓൺലൈൻ എക്സാംസ് എഴുതാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇത് രണ്ടുമാണ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉള്ള വഴി സെക്കൻഡ് സ്റ്റേജിലേക്ക്. അപ്പോൾ ബുക്സ് ആണെങ്കിൽ ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്, പ്രത്യേകിച്ചും റെയിൽവേയുടെ തന്നെ YCT പബ്ലിക്കേഷൻ ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്. ഞാൻ അവരുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല, അവർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്, ഓർഡർലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് ഓർഡർലി അറേഞ്ച് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ YCT പബ്ലിക്കേഷൻസിൻ്റെ മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, GK ഉണ്ട്, സയൻസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടെക്സ്റ്റുകളുണ്ട് YCT പബ്ലിക്കേഷൻസിൻ്റെ. അപ്പോൾ അത് മേടിച്ചിട്ട് അത് നിങ്ങൾ ബേസിക്സ് പഠിച്ചതിന് ശേഷമാണ്, ബേസിക് ക്ലാസ്സസിന് ശേഷം ഈ ബുക്ക് യൂസ് ചെയ്ത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ, വലിയ ടെക്സ്റ്റ് ബുക്കുകളാണ്, മാത്സിൻ്റെ തന്നെ ഇത്രയും വലിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അതുപോലെ തന്നെ റീസണിങ് ഉണ്ടാവും, GK ഉണ്ടാവും, സയൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയും ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങി നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കടന്നു പോകാമെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇനിയുള്ള സമയം ലിമിറ്റഡ് ആണ്, നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ 3 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ബേസിക്സും പഠിച്ച് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ്. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള വേ. അപ്പോൾ ചിലർ ചോദിക്കും, ബുക്ക് വെച്ച് ഞാൻ ആദ്യമേ പഠിച്ചു തുടങ്ങാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയാനുള്ളത്, ബുക്സ് മാത്രം മേടിച്ച് പഠിച്ചു തുടങ്ങാൻ പറ്റുമോ എന്നുള്ളവരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ക്ലിയർ ആണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ബേസിക് ക്ലാസ്സസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഫണ്ടമെന്റൽ സ്ട്രോങ് ആണ്. നിങ്ങൾ SSC അല്ലെങ്കിൽ റെയിൽവേ പരീക്ഷകൾക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സ് എടുത്ത് പഠിക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ബുക്സിലേക്ക് വരാം. മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് മാക്സിമം മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു പോകാം. ഇനി അതല്ല, ബേസിക്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും ബുക്സിലേക്ക് പോകരുതെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ അതിനകത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് എങ്ങനെ വന്നു, എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് ബേസിക്സ് ക്ലിയർ ആവാൻ പറഞ്ഞത്. മാത്രമല്ല ഈ ബുക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. മെൻറ്റർ സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ചോദ്യം എടുത്തു, ആ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാൻ ഒരു മെൻറ്റർ, ഒരുപക്ഷെ എക്സാം ക്ലിയർ ചെയ്ത നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയുന്ന ഒരാളായിരിക്കും നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. അങ്ങനെ ഒരാളുടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ബുക്സിൻ്റെ കൂടെ ആ മെൻറ്റർ സപ്പോർട്ടും കൂടെ എടുത്താൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത് പറയുന്നത്. ബുക്സിൻ്റെ കേസും പറഞ്ഞു, ബേസിക്സ് പഠിച്ചിട്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസും പഠിക്കാം. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനിടയ്ക്ക് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാമോ? ചില ആൾക്കാർക്കെങ്കിലും ഇത്രയും ഫീസൊക്കെ കൊടുത്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഇത്രയും പേയ്മെൻറ്റ് കൊടുത്ത് എങ്ങനെ പഠിക്കും? ചിലപ്പം ചെറിയ ഫീസ് ആണെങ്കിൽ പോലും അവർക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സെൽഫ് പ്രിപ്പറേഷൻ പറ്റുമോ? തീർച്ചയായിട്ടും സെൽഫ് പ്രിപ്പറേഷൻ പറ്റും. അതിന് ഒരുപാട് വഴികളുണ്ട്. അത് ചിലപ്പം ലിമിറ്റഡ് ആയിരിക്കും റിസോഴ്സ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, നിങ്ങളൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് നോക്കിയേ. ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ
നിങ്ങൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അതിൽ പ്ലേലിസ്റ്റുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 2019 RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 173 വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. 2019 പരീക്ഷയിൽ നിന്ന് സിലബസിന് യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് ഇവിടെ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യം തന്നെയാണ്. യാതൊരു തരത്തിലും അതിനകത്ത് വ്യത്യാസം വരുന്നില്ല. സോ ഈ 173 വീഡിയോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ NTPC 2019 എന്ന പേരിൽ 42ഓളം വീഡിയോസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഏകദേശം 200+ വീഡിയോസ് ആയി. മാത്രമല്ല 2025 ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ വീഡിയോ സീരീസിൽ ഏകദേശം 44 വീഡിയോസ്, ഏകദേശം 250ഓളം ഫ്രീ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീസ് പേ ചെയ്ത് അത് അഫോർഡ് ചെയ്ത് പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഇത്രയധികം ക്ലാസ്സസ് കൊടുക്കുന്നത്. ഫീസ് അഫോർഡ് ചെയ്ത് കോഴ്സിൽ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കാരണം ഇതിൽ കൂടുതൽ ഒരുപാട് ഗൈഡൻസ് റിയൽ ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അതൊന്നും പറ്റാത്തവർ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഇത്രയും ഫ്രീ റിസോഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് പഠിക്കാം. ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, ഓൺലൈൻ കോഴ്സ് എടുത്ത് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സ്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞോട്ടെ, ദിശ അക്കാഡമിയുടെ ഏറ്റവും പുതിയ RRB ഗ്രൂപ്പ് ഡിയുടെ ടർബോ പ്രീമിയം എന്ന പേരിൽ ബാച്ച്, അത് പെയ്ഡ് ബാച്ചാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതായത് ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പുതിയ ബാച്ച് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് പറയാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർലി ടോപ്പിക്ക് കവർ ചെയ്യും. ഓരോ ദിവസവും വീക്ക്ലി ഒരു 2 ക്ലാസ് മിനിമം വെച്ചിട്ട് ലൈവ് ക്ലാസ് ആയിട്ട് എല്ലാ ദിവസവും ക്ലാസ്സസ് പോകുന്നുണ്ട്. ഇപ്പോൾ റെഗുലർ ബേസിൽ ക്ലാസ് ഉണ്ട്. ആക്ച്വലി ഇന്ന് രാത്രി എൻ്റെ ക്ലാസ്സാണ്, ഫിസിക്സിൻ്റെ ക്ലാസ്സാണ് വരുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതുപോലെ ഓരോ ദിവസവും ഓരോ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. പക്ഷേ ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലേ പോലും അതിൻ്റെ റെക്കോർഡ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരോ മറ്റെന്ത് ആക്ടിവിറ്റി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയൊന്നും അല്ല, ആ ബേസിക്സ് എല്ലാം കവർ ചെയ്യാൻ ആ ക്ലാസ്സസ് കിട്ടുന്നുണ്ട്. ഇതിന് പാരലി നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെൻറ്റർ സപ്പോർട്ടും തരുന്നുണ്ട്. നിങ്ങൾ ഇത് കൂടാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പലയിടത്തു നിന്നും പല സോഴ്സിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒക്കെ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളും ഡൗട്ട് ചോദിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ മെൻറ്റർ പ്രസൻ്റ് ആയിരിക്കും. അയാൾ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എങ്ങനെ സക്സസ് അച്ചീവ് ചെയ്യാം എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തത്. ബേസിക്സ് മുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഓരോ ടോപ്പിക്കുകളും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ, ഇങ്ങനെയുള്ള കോഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ഫീസ് എനിക്ക് തോന്നുന്നു 1 ഇയർ വാലിഡിറ്റിക്ക് 3000 രൂപയാണ് കോഴ്സ് ഫീസ് വരുന്നത്. അതിൽ ഈ കറൻറ്റ്ലി ഇന്നും നാളെയായിട്ടൊക്കെ എന്തോ ഡിസ്കൗണ്ട് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഞാൻ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതുമല്ല, ദിശ അക്കാഡമിക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്, 5 ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ PSC പരീക്ഷകൾക്ക് പഠിച്ചതായിരിക്കും. PSC എക്സാംസ്, കേരള PSCയുടെ പരീക്ഷകൾക്കൊക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ച് അവർ GK ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. GK എന്ന് പറയുമ്പോഴും GKയിൽ ചില സബ്ജക്ട്സ്, അതായത് ഇവിടെ ആവശ്യമുള്ള പൊളിറ്റി സബ്ജക്റ്റ് ആവശ്യമാണ്, ഹിസ്റ്ററി ആവശ്യമാണ്, അതുപോലെ തന്നെ ജോഗ്രഫി ആവശ്യമാണ്, അതുപോലെ തന്നെ വരുന്ന കമ്പ്യൂട്ടർ അവയർനെസ് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ചില ടോപ്പിക്കുകൾ അവർ വളരെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ അവർ മാത്സിലൊക്കെ ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ അവർക്ക് GK സ്ട്രെങ്ത് ഉണ്ട്, മാത്സ് വീക്ക്നെസ് ഉണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കി വേണം നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങൾ മുമ്പോട്ട് പ്ലാൻ ചെയ്യാൻ. അപ്പോൾ GK വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, ജസ്റ്റ് ബേസിക്സ് ഒക്കെ അറിയുന്നവർ ജസ്റ്റ് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം കാണുക ചെയ്താൽ മതി. കാരണം അവിടെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന 20 ഔട്ട് ഓഫ് 20 ആണ്. പക്ഷേ 20 തന്നെ മാക്സിമം നമുക്ക് 15 മാർക്കിൽ കൂടുതലൊന്നും ഒരിക്കലും ഒരുപക്ഷെ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും മാർക്കേ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അവർ മാത്സും റീസണിങ്ങും നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ സയൻസിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിഞ്ഞ് പഠിക്കുക. അവർ ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ആ ഇനിഷ്യൽ ടൈമിൽ മാക്സിമം ടൈം ഇതിന് സ്പെൻഡ് ചെയ്താൽ അവർക്ക് ഇതും കൂടെ ടാലിയാക്കി വരാം. അതിൻ്റെ കൂടെ GKയുടെ മാർക്കും കൂടെ എളുപ്പമാകുമ്പോൾ അവർക്ക് മാക്സിമം സ്കോറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ സബ്ജക്റ്റ് വൈസ് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് സബ്ജക്റ്റ് വൈസ് നിങ്ങൾ ഒരു ദിവസം ഇത്ര മണിക്കൂർ 2 hours ആ മാത്സിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യും. ഇനിഷ്യലി മാത്സ് പഠിക്കാൻ, അതുപോലെ GK പഠിക്കാൻ ആ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ ഒരു ടൈം വെച്ച് തന്നെ നിങ്ങളുടെ സ്ട്രെങ്തിനും വീക്ക്നെസ്സിനും പ്രൊപ്പോർഷണൽ ആയിട്ട് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ എഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ്. എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും ഇത്രയും പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു, മാത്സ് ഇങ്ങനെ പഠിച്ചാൽ മതി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്താൽ മതി, മോക്ക് എക്സാം ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി വരുന്ന 4 മാസം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത്രയും മണിക്കൂർ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുമോ? ഒരു 4 months
ഒരു ദിവസം പഠിക്കാം, വേണമെങ്കിൽ 12 മണിക്കൂറും പഠിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ 20 മണിക്കൂർ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ എല്ലാ ദിവസവും 20 മണിക്കൂർ പഠിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കാൻ പറ്റും, എല്ലാ ദിവസവും 10 മണിക്കൂർ പഠിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ദിവസമല്ല, അങ്ങനെ 4 ദിവസം പഠിക്കാൻ പറ്റുമോ? ഇതാണ് ചലഞ്ച്. അതത്ര എളുപ്പമല്ലെന്നാണ് പറയുന്നത്. അതത്ര എളുപ്പമല്ല. പറയുമ്പോൾ എളുപ്പമാണ്, പറയുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി അങ്ങനെ പഠിച്ചാൽ മതി എന്ന് പറയാം. പക്ഷേ ഇത് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? ഇതൊരു ചോദ്യമാണ്, നിങ്ങളുടെ മുമ്പിലുള്ള വളരെ വലിയ ചോദ്യമാണ്. ഇനിയുള്ള 3 മാസം 4 മാസം കൊണ്ട് എങ്ങനെ റെഗുലർലി നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കാം? ആ ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനകത്ത് ആക്റ്റീവ് ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ആക്റ്റീവ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദിവസവും ക്ലാസ് കേട്ട് നോട്ട് എഴുതി പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ദിവസം കുറേ ദിവസം നമ്മൾ ക്ലാസ് നോട്ട്സ് കേട്ട് പഠിച്ചു, പക്ഷേ നമ്മൾ ഇൻ ദ മീൻ ടൈം 1 മാസം 2 മാസം കഴിയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് മടുത്തു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ മാനസികമായിട്ട് ഇത്രയും നാളിരുന്ന് ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യും. പ്രത്യേകിച്ചും വീട്ടിലൊക്കെ ഇരുന്ന് ഓൺലൈൻ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ മാനസികമായിട്ടൊരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് നഷ്ടപ്പെടും കുറച്ച് നാൾ പഠിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആക്റ്റീവ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പിയർ ഗ്രൂപ്പ്സ് പറയുന്നത്. അതായത് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ വരുന്ന സ്റ്റുഡൻസ് എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ, അതിൽ മെയിൻ ആയിട്ടൊരു കാര്യം പിയർ ഗ്രൂപ്പ്സാണ്. നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ ഗ്രൂപ്പ് സ്റ്റഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നിങ്ങൾ മടുത്തു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് സ്റ്റഡി. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ചോദിച്ചു പഠിക്കാം. ഇനിയും പല ക്വിസുകൾ, പല ടെസ്റ്റുകളൊക്കെ എഴുതി പലതരത്തിൽ നിങ്ങളുടെ സ്റ്റഡി കാര്യങ്ങൾ നിങ്ങൾ ആക്റ്റീവ്ലി ഒന്ന് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും നാൾ വർക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ മടുത്തു പോകും. തുടങ്ങുന്ന ആവേശം തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അതിൽ നിലച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആക്റ്റീവ് ലേണിംഗിലേക്ക് എത്താൻ നിങ്ങളെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടിടുക. പഠിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടത്തിലേക്ക് നിങ്ങൾ വന്ന് ചേരുക. അതായത് ഈ പരീക്ഷയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ എത്തിയെന്ന് കരുതുക. ഒരു 5 ആൾക്കാർ, നിങ്ങൾ 5 സുഹൃത്തുക്കൾ ചേർത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഒരാൾ മനസ്സുകൊണ്ട് ഡൗൺ ആകുമ്പോൾ അടുത്ത ആൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു തരത്തിലൊരു ആക്റ്റീവ് ലേണിംഗ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ സ്റ്റുഡൻസ് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഒരു ആക്റ്റീവ് ലേണിംഗ് ആണ്. പലപ്പോഴും നമുക്ക് അങ്ങനെ പഠിക്കാൻ ഒരു വിൽ പവർ ഉണ്ടാവില്ല. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടാവില്ല. അത് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ടൈം മാനേജ്മെന്റ്, സമയം മാനേജ് ചെയ്യുന്നത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. മാത്സ്, റീസണിങ് പോലെയുള്ള സബ്ജക്ട്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം റിയൽ മെത്തേഡിലൂടെ. മാത്സും റീസണിങ്ങും അതുപോലെ തന്നെ സയൻസും ഞാൻ പറയാം, പ്രോബ്ലംസ് വരുന്നുണ്ടായതുകൊണ്ട് ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും മാത്സും റീസണിങ്ങും ഒക്കെ എടുക്കുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. അല്ലാതെ കൺവെൻഷണൽ മെത്തേഡ്സിൽ നിങ്ങൾ ചിലപ്പം PSC പരീക്ഷയ്ക്കൊക്കെ പഠിച്ചിട്ടുള്ള അതേ തരത്തിൽ വരുന്ന മെത്തേഡുകൾ യൂസ് ചെയ്ത് പഠിക്കാൻ നിൽക്കരുത്. കൺവെൻഷണൽ മെത്തേഡ്സിലേക്ക് പോകരുത് ദയവ് ചെയ്ത്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗൈഡൻസ് വേണ്ടവരാണ് കോഴ്സുകളിലേക്ക് പോകാൻ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്. ഇനി കൺസിസ്റ്റൻസി, ഞാൻ പറഞ്ഞല്ലോ, 1 മാസമല്ല 2 മാസമല്ല, ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4 മാസം വരെ പഠിക്കേണ്ടി വരും കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ്, നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാർ ചേർന്നാണ് പഠിക്കുന്നതെങ്കിൽ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ സ്റ്റുഡൻസ് വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനാണ്. കാരണം എല്ലാ ദിവസവും ഓഫ്ലൈൻ സെൻറ്ററിൽ ക്ലാസ് ഉണ്ട്, Monday to Friday ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും അവർ ക്ലാസ്സിന് വരണം എന്ന് നിർബന്ധമാണ്. ചില ദിവസം അവർ മാനസികമായിട്ട് പഠിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ അവരിലേക്കും എന്ത് പറ്റി, എന്താ വരാഞ്ഞത്, അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ആയിരിക്കും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ മടുപ്പ് ഒഴിവാക്കി തിരിച്ചു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഞാൻ കൺസിസ്റ്റൻസി എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി മെയിനായിട്ടും മാസ്റ്ററിങ് ദ എക്സാം ഫൈനൽ പാർട്ടാണ്. എക്സാമിന് മാസ്റ്റർ ചെയ്യുക. ബേസിക്സ് പഠിച്ചു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു, മോക്ക് എക്സാംസ് എഴുതി. എന്നിട്ട് എക്സാമിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടൈമിനുള്ളിൽ പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ മോക്ക് എക്സാംസ് എഴുതി, മോക്ക് ടെസ്റ്റുകൾ എഴുതി മാക്സിമം മാർക്ക് സ്കോർ ചെയ്താലേ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് മാസ്റ്ററിങ് ദി എക്സാമിലെ ഒരു പാർട്ടിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. മോക്ക് എക്സാംസ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതുപോലെ മോക്ക് എക്സാം റെഗുലറായിട്ട് എഴുതുന്നതും എക്സാം ഡേ ആങ്സൈറ്റി, ഇത് 2 കാര്യങ്ങളാണ് നമ്മൾ ഫൈനലി എക്സാം മാസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ചെയ്യാനുള്ള 2 കാര്യങ്ങൾ. അതായത് ബേസിക്സും പഠിച്ചു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു, ഫൈനലി മോക്ക് എക്സാംസും ചെയ്തു, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തു. ചിലർ എക്സാം ഡേയിൽ എക്സാം ഹാളിൽ എത്തിയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ കാര്യവും ടാക്കിൾ ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മോക്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മോക്ക് എക്സാംസ് എഴുതി നിങ്ങൾ തഴമ്പിക്കണം. അവസാനത്തെ ഒരു മാസം ഡെയിലി 2 മുതൽ 3 മോക്കുകൾ എഴുതുക, എന്നിട്ട് അത് അനാലിസിസ് ചെയ്യുക, എന്നിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ 70+ അല്ലെങ്കിൽ 80+ മാർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. നിങ്ങൾ എയിം ചെയ്യുന്ന സ്കോറിലേക്ക് റെഗുലർലി എഴുതി അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് വീക്കായ പാർട്ട് മനസ്സിലാക്കിയിട്ട് വേണം മോക്ക് എക്സാം അനാലിസിസ് ചെയ്ത് മാക്സിമം സ്കോറിലേക്ക് വരാം. പിന്നെ എക്സാം ഡേ ആങ്സൈറ്റി ചിലർക്കെങ്കിലും ഉള്ളൊരു കാര്യമാണ്. അതായത് നന്നായിട്ട് മോക്ക് എക്സാം എഴുതിയപ്പം എനിക്കൊരു 80+ 85 മാർക്ക് കിട്ടി, എക്സാം ഡേയിൽ അവിടെ എത്തിയപ്പോൾ ആകെ ടെൻഷനായി. ഇത് നമ്മളുടെ മനസ്സിനെ ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഓവർ ടെൻഷനുള്ള ആൾക്കാരാണ് അത് റിലീവ് ചെയ്യാനുള്ള മാർഗം വളരെ നേരത്തെ തന്നെ ആലോചിച്ചു തുടങ്ങണം. അതായത് നമ്മൾ വളരെ കൂളായിട്ട് പരീക്ഷ എഴുതുന്ന അതിന് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നമുക്ക് മെൻ്റലി നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള പല ടെക്നിക്കുകളുണ്ട്. അത് പരീക്ഷയിലേക്ക് അടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നമ്മൾ മാനസികമായ സമ്മർദ്ദം ഉണ്ടായിരിക്കും, പക്ഷെ അതിനെയൊക്കെ വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കുക. ആ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള ചില പ്രാക്ടീസുകളെങ്കിലും ചില പ്രാക്ടീസുകൾ, ചില മെഡിറ്റേഷനുകൾ അല്ലെങ്കിൽ ചില യോഗ പോലെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെയുള്ള ചില ടെൻഷൻസ് എങ്കിലും ഒഴിവാക്കാൻ ചിലരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതൊക്കെ അവസാനം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ആങ്സൈറ്റി ഒഴിവാക്കാനുള്ളൊരു കാര്യം നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് പറയേണ്ടത്. ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാക്കാം. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ചിലരൊക്കെ സിലബസ് അങ്ങ് ബ്ലൈൻഡ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നു. അവർ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിർത്തിയിട്ട് പോകും, ചിലപ്പോൾ അറ്റവും മൂലയൊക്കെ വായിച്ചു, പക്ഷേ അവർക്ക് സക്സസ് ആവാൻ പറ്റില്ല. അപ്പോൾ അതിന് റിയൽ ആയിട്ടൊരു റീസൺ ഉണ്ട്. നിങ്ങൾ അതുകൊണ്ട് പ്രോപ്പർലി മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു 4 അല്ലെങ്കിൽ 5 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അത് പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർലി റിസൾട്ട് ഉണ്ടാക്കും. നിങ്ങൾ എടുക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വഴി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആ പരീക്ഷ ക്ലിയർ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻസ് വളരെയധികമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയാം, ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഡി പരീക്ഷയാണ്, വളരെ സിമ്പിൾ പരീക്ഷയാണ്, ഇത്ര മാർക്ക് മതി, കട്ട് ഓഫ് ഇത്രേ വരൂ എന്നുള്ള ജഡ്ജ്മെന്റുകളൊക്കെ മനസ്സിൽ നിന്നെടുത്ത് ഞാൻ പറഞ്ഞ പോലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. NTPC പരീക്ഷ എഴുതുന്നവരും RPF എഴുതുന്നവരും SSCയുടെ CGL പരീക്ഷ എഴുതുന്നവർ പോലും ചിലപ്പം നിങ്ങളുടെ ഓപ്പോണൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളോട് പൊരുതുന്നവരാണ്, കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. അത് മനസ്സിൽ കണ്ട് നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.